ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് ഉണ്ടാകട്ടെ. ഇന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈശോ പറയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. നിനക്ക് ജീവിതത്തിൽ വേണ്ടതായ എല്ലാ ബോധ്യങ്ങളും പരിശുദ്ധാത്മാവ് നൽകും. എന്തിനാ ബോധ്യങ്ങളൊക്കെ നൽകുക? നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്, നിൻ്റെ ജീവിതത്തെ സ്വർഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്, നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ വേണ്ടിയാണ്. അപ്പം നിനക്ക് വേണ്ടതായ എല്ലാ ബോധ്യങ്ങളും പരിശുദ്ധാത്മാവ് നിനക്ക് തരുമെന്ന് ദൈവം ഒരു ഉറപ്പാണ് തരിക. ഈ ഉറപ്പിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യങ്ങളെ നിറയുവാനായിട്ട് ഈ വ്യക്തി അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിലെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും ജീവിതം നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന